കഴിഞ്ഞ വർഷത്തെ SSLC പിള്ളേർക്കും ഈ വർഷത്തെ SSLC പിള്ളേരായിട്ടുള്ള നിങ്ങൾക്കും ഒരുപോലെ ഡൗട്ടുള്ള ഒരു ഭാഗമാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീവ്യവസ്ഥയിലെ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പിള്ളേരോട് ചോദിച്ചാൽ മതി, കാരണം പുസ്തകം മാറിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഇതേ ടോപ്പിക് ഉണ്ടായിരുന്നു. ഇത് എല്ലായ്പ്പോഴും ഒരു ഡൗട്ടുള്ള ടോപ്പിക്കാണ്. കാരണം സിമ്പതറ്റിക്കിലെ കുറേ ഫംഗ്ഷൻസ് തരും, പാരയിലെയും കുറേ ഫംഗ്ഷൻസ് തരും. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നവരോ, ഇത് സിമ്പയാണോ ഇത് പാരയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു പാരയാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഓണപരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും, അത് 100% ഉറപ്പാണ്. പക്ഷേ നമ്മളെ മെയിൻ ടാർഗറ്റ് ചെയ്താൽ ഓണപരീക്ഷ അല്ല, നമ്മൾ ഫുൾ SSLCക്ക് ഇത് ചോദിച്ചാൽ ഇത് നമുക്ക് ഒരിക്കലും തെറ്റരുത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പഠിക്കുക, ഒരു ബുദ്ധിപരമാറ്റിക് സ്കീം ഉപയോഗിച്ചിട്ട് നമ്മളിത് പഠിക്കുക. അങ്ങനെയെങ്കിൽ വലിയൊരു സീൻ ഉണ്ടാവില്ല. വേഗം കാര്യത്തിലോട്ട് കിടക്കാം. എന്താ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥ പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ആ ഒരു പോയിന്റ് ഫസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് സിമ്പതറ്റിക്കും, 2 പാരാസിമ്പതറ്റിക്കും. സിമ്പതറ്റിക്കിനെ നമ്മൾ എന്ത് ചെയ്യാം, സിംബ എന്ന് വിളിക്കാം. ഓക്കെ, സിംബ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ്. സിംബ എന്ന് വെറുതെ വിളിക്കുക ഒരു സുഖത്തിന്. പാരാസിമ്പതറ്റിക്കിന് എന്ത് വിളിക്കാം, പാര എന്ന് വിളിക്കാം. അപ്പോൾ സിംബയും പാരയും കൂടി ചേർന്നതാണ് എന്ത്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഇതിൽ സിംബ എപ്പോഴാണ് ആക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ എമർജൻസി സിറ്റുവേഷൻ, അടിയന്തര ഘട്ടങ്ങളിലാണ് ആക്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു പട്ടി നമ്മൾ എന്ത് ചെയ്തു കടിക്കാമെന്നു, അല്ലെങ്കിൽ ഒരു പോത്ത് കുത്താമെന്നു, അത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനിലാണ് ആര് ആക്ട് ചെയ്യുക, സിമ്പതറ്റിക് ആക്ട് ചെയ്യുക. പിന്നെ അതിന് അപ്പം നമുക്ക് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു പട്ടി നമ്മളെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫുൾ കോൺഫിഡൻസിൽ ഇങ്ങനെ നിൽക്കുമോ, ഇല്ല, നമ്മൾ പേടിച്ച് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് സംഭവിക്കും. എന്നിട്ട് തിരിച്ച് നമ്മൾ റിലാക്സ് ചെയ്ത് കൊണ്ടുവരണ്ടേ, തിരിച്ച് പഴയ സ്ഥിതി വിശേഷത്തിലേക്ക് തന്നെ കൊണ്ടുവരണമല്ലോ. അതിന് സഹായിക്കുന്ന ആളാണ് ആര്, പാരാസിമ്പതറ്റിക്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പതറ്റിക് എമർജൻസി സിറ്റുവേഷനിൽ പ്രവർത്തിക്കുന്നു, പാരാസിമ്പതറ്റിക് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, ഇനി ഇതൊന്നല്ല പരീക്ഷയ്ക്ക് ചോദിക്കുക. പരീക്ഷയ്ക്ക് ഇവിടുന്ന് ചോദിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫംഗ്ഷൻസ് മിക്സ് ചെയ്തിട്ട് തരും, സിമ്പതറ്റിക്കിലെയും പാരാസിമ്പതറ്റിക്കിലെയും. എന്നിട്ട് ഇത് സിംബയാണോ ഇത് പാരയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഞങ്ങൾക്ക് അറിയില്ല സാർ എന്ന് പറയരുത്, വില കളയരുത്. ഓക്കെ, നമ്മൾ നിലവാരമുള്ള വാപ്പാൻ്റെ മക്കൾ, നമ്മൾ നിലവാരമുള്ള ഡാഡിയുടെ മക്കൾ, അതുകൊണ്ട് നമ്മളിത് സൂപ്പറായിട്ട് പഠിക്കണം. ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിൽ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ പാർട്ട് പഠിക്കാൻ ഞാൻ ഒരു സൂത്രവാക്യം പറഞ്ഞുതരും, രണ്ടാമത്തെ പാർട്ട് പഠിക്കാൻ വേറൊരു സൂത്രവാക്യം പറഞ്ഞുതരും. ഈ 2 സൂത്രവാക്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ സെറ്റാക്കും. എന്താ പിടിച്ചോ, നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് സിംബ = പേടി എന്നാലോചിക്കുക. സിംബ = പേടി. അത് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല, എന്നാലും വെറുതെ എന്ത് ചെയ്യുക, ഒരു കോഡാണ്. സിംബ = പേടി എന്നാലോചിക്കുക. സിംബ എന്താണ്, പേടി. അപ്പോൾ പാര എന്താണ്, പാര = കൂൾ. ഓക്കെ, സിംബ പേടിയാണെങ്കിൽ പാര എന്താണ്, കൂളാണ്, നോ പ്രശ്നം. ഓക്കെ, ആ ഒരു സാധനങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ ഇത് സൂപ്പറായിട്ട് പഠിക്കാം. എന്താ പിടിച്ചോ, ഫസ്റ്റത്തത് കണ്ണിലെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നു, കണ്ണിലെ പ്യൂപ്പിൾ കോൺസ്ട്രിക്ട് ചെയ്യുന്നു, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. എപ്പോഴാ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുക, ഇങ്ങനെ കണ്ണെപ്പോഴാ തള്ള, പേടിക്കുമ്പോഴല്ലേ ഒരു ആന കുത്താനാണ് വന്നു, അപ്പോൾ കണ്ണൊക്കെ തള്ളും. ആന മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കണ്ണൊക്കെ, അല്ലെങ്കിൽ ഒരു പാമ്പ് ഇങ്ങനെ നിന്നു, അപ്പോൾ കണ്ണൊക്കെ തള്ളു, കണ്ണ് അങ്ങോട്ടങ്ങനെ പോയിട്ടുണ്ടാവും. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, അപ്പോൾ അതെന്താണ്, പേടിയാണ്. പേടി എന്താടാ, പേടി സിംബയല്ലേ. അപ്പോൾ കണ്ണിലെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നത്, വികസിക്കുന്നത് എന്താണ്, സിമ്പതറ്റിക്. അപ്പോൾ പിന്നെ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നത്, കോൺസ്ട്രിക്റ്റ് എന്തായിരിക്കും, പാരാസിമ്പതറ്റിക്. ഇപ്പം എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കൂളായി നിൽക്കുകയാണ്, എൻ്റെ കണ്ണിലെ പീപ്പിൾ ചുരുങ്ങി നിൽക്കല്ലേ, അത്രയുള്ള പരിപാടി. ഇനി അടുത്തത് ഇതാ, ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ, ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ. ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുന്നു, ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. എപ്പോഴാണ് ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുക, പേടിക്കുമ്പോഴല്ലേ. ഇപ്പം ഞാൻ എൻ്റെ ക്രഷിനോട് എനിക്ക് എൻ്റെ ഒരു ക്രഷിനോട് ഭയങ്കര മൊഹബത്ത്, പ്യാർ, ഇഷ്ക്, കാതൽ, ലവ്. ഓക്കെ, ലവാണ്. അപ്പം ഞാൻ ഓളെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയേക്കാരം. ഓക്കെ, കാരണം ഞാൻ പെണ്ണുങ്ങളോട് സംസാരിക്കാറില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഓളോട് സംസാരിക്കാൻ പോകുമ്പോൾ എനിക്ക് പേടിച്ചിട്ട് എൻ്റെ വായൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പറ്റും. അപ്പോൾ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. എപ്പോൾ, പേടി എന്താണ്, സിംബയാണ്. അപ്പോൾ സിമ്പതറ്റിക് സിസ്റ്റം, ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ, ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ ഇതെന്താണ്, ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് എന്തായിരിക്കും, പാരാസിമ്പതറ്റിക് ആയിരിക്കും. സിമ്പിൾ, കാരണം ഇപ്പോൾ ഞാൻ കൂളായി നിൽക്കുകയാണ്, എൻ്റെ വായൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉമിനീരുണ്ട്, നോ പ്രശ്നം. ഓക്കെ, ഇനി അടുത്തത് ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്, ഡിക്രീസ് ഹാർട്ട് ബീറ്റ്. ഹൃദയമിടിപ്പ് കൂടുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു. എന്തൊരു സുഖം. എടാ, പേടിക്കുമ്പോഴല്ലേ ഹൃദയമിടിപ്പ് കൂടാ. ഇന്നൊരു പട്ടി കുത്താമെന്നു, അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാമെന്നു, അപ്പോൾ ഞാൻ ഫുൾ കോൺഫിഡൻസിൽ ഇങ്ങനെ, ഹേ പട്ടി നീ പോടാ, അങ്ങനെ പറയോ, ഇല്ലല്ലോ. ഞാൻ ഓടി എൻ്റെ ഹൃദയമൊക്കെ മിടിച്ച് ഹൃദയം മിടിക്കും. അപ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത് എപ്പോഴാണ്, പേടി ഉണ്ടാകുമ്പോൾ. പേടി എന്താണ്, സിംബയല്ലേ സാർ. അപ്പോൾ സിമ്പതറ്റിക് സിസ്റ്റം, ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്, ഡിക്രീസ് ഹാർട്ട് ബീറ്റ്. അപ്പോൾ എന്തായിരിക്കും, പാരാസിമ്പതറ്റിക് ആയിരിക്കും. ഹൃദയമിടിപ്പ് കുറയുന്നത് പാരാസിമ്പതറ്റിക്. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്തതാ, ശ്വാസനാളം വികസിക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു. ലങ്സ് എക്സ്പാൻഡ്, ലങ്സ് കോൺസ്ട്രിക്റ്റ്. എപ്പോഴാണ് ലങ്സ് എക്സ്പാൻഡ് ചെയ്യുക, പേടിക്കുമ്പോഴല്ലേ. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നൊരു വണ്ടിയാണ് കുത്താമെന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു പോത്ത് കുത്താമെന്നു, അപ്പോൾ ഞാൻ ഫുൾ കോൺഫിഡൻസിൽ നിൽക്കുമല്ലോ. ഞാൻ പേടിച്ചിട്ട് നിന്നിട്ട് ഇങ്ങനെ കിതക്കും. ഈ സമയത്തിൻ്റെ ലങ്സ് എന്ത് ചെയ്യും,
എന്തെയും എക്സ്പാൻഡ് ചെയ്യും. അല്ലാതെ ലങ്സിനെ കൺസ്ട്രക്ട് ചെയ്യാണോ? അല്ല. അപ്പൊ പേടിക്കുമ്പോഴാണ് ലങ്സ് എക്സ്പാൻഡ് ചെയ്യുക. ശ്വാസകോശം വികസിക്കുന്നത്, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? പേടി എന്താണ് സാർ? സിംബയാണ് സാർ. അപ്പൊ ഇത് സിമ്പതറ്റിക് സിസ്റ്റം ആണ്. അപ്പൊ ലങ്സ് കോൺസ്ട്രിക്ട് ചെയ്യുന്നത്, ലങ്സ് അല്ലെങ്കിൽ ചുരുങ്ങുന്നത്, ശ്വാസകോശം ചുരുങ്ങുന്നത് എന്തായിരിക്കും? പാരാസിമ്പതറ്റിക് ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കണം, ഹൃദയമിടിപ്പ് കൂടുന്നത് എപ്പോഴാണ്? പേടി ഉണ്ടാകുമ്പോൾ. പേടി സിംബയാണ്. അപ്പൊ സിമ്പതറ്റിക് സിസ്റ്റം. ഇനി ശ്വാസനാളം ചുരുങ്ങുന്നു, ശ്വാസനാളം വികസിക്കുന്നത് പേടി ഉണ്ടാകുമ്പോൾ. അപ്പൊ ചുരുങ്ങുന്നത് എന്തായിരിക്കും? പാരാസിമ്പതറ്റിക്. കൂളായി നിൽക്കുമ്പോൾ. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലാതെ കാണാപ്പാടെ പഠിക്കരുത്. ഇതാണ് ഒരു കോഡ്. ഇനി ഈ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ കോഡ് വെച്ച് പഠിക്കുന്നു. അതായത് സിമ്പിൾ ലോജിക് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, ലൈക്ക് എന്ത് പരിപാടിയാണെങ്കിലും പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പോകും. ഇപ്പൊ നിങ്ങൾ എന്താണ്, പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്? നീന്താൻ പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിയോ? ഇല്ല, കാരണം നിങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ഫ്ലോപ്പായി പോകും. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പേടിച്ചിട്ട് വണ്ടി ഓട്ടാൻ പഠിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പേടി, അതായത് നിങ്ങൾക്ക് ആക്സിലേറ്ററിൽ കാൽ വെക്കുമ്പോൾ അങ്ങനെ പേടിക്കാന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിയോ? ഇല്ല, കാരണം എന്താണ്? കാരണം നിങ്ങൾക്ക് പേടിയാണ്. പേടിയാണെങ്കിൽ പരിപാടി ഫ്ലോപ്പായി. പേടിയായി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും ഫ്ലോപ്പ് ആവുന്നുള്ള നമുക്കറിയാം. അപ്പൊ പേടിയാവുമ്പോൾ പരിപാടി ഡൗൺ ആവും, പരിപാടി ഡിക്രീസസ് ആവും, പരിപാടി കുറയും, പരിപാടി മന്ദീഭവിക്കും എന്നാലോചിക്കുക. അപ്പൊ കൂളായി നിൽക്കുകയാണെങ്കിൽ പരിപാടി എന്ത് ചെയ്യും? ഒക്കെ ഉഷാറാവും എന്ന് അർത്ഥമാക്കുക. ഓക്കെ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാം. ഇനി ബുദ്ധി വെച്ച് പറയും. ഇതാ, സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ, സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ദഹന പ്രക്രിയ മന്ദീഭവിക്കപ്പെടുന്നു, ഡൗൺ ആവുന്നു, സ്ലോ ഡൗൺ ആവുന്നു. ദഹന പ്രക്രിയ ഉദ്ദീപവിക്കപ്പെടുന്നു. ഈ ദഹന പ്രക്രിയ മന്ദീഭവിക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആവുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? എപ്പോഴാ സ്ലോ ഡൗൺ ആവുക ഒരു പരിപാടി? പേടി ഉണ്ടാകുമ്പോൾ. പേടി എന്താണ്? സിമ്പതറ്റിക്കാ. അപ്പൊ ഇതെന്തായിരിക്കും? സിമ്പതറ്റിക് ആയിരിക്കും. സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ എന്തായിരിക്കും? സിമ്പതറ്റിക് ആയിരിക്കും. അപ്പൊ സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ എന്തായിരിക്കും? ദഹന പ്രക്രിയ ഉദ്ദീപിക്കപ്പെടുന്ന എന്തായിരിക്കും? പാരാസിമ്പതറ്റിക് ആയിരിക്കും. ഇനി അടുത്തതാ, സ്ലോ ഡൗൺ പെരിസ്റ്റാൾസിസ്. എന്ത് പരിപാടിയാണെങ്കിലും പേടിയാണെങ്കിൽ കുറഞ്ഞു. അപ്പൊ സ്ലോ ഡൗൺ പെരിസ്റ്റാൾസിസ് ഒന്നുമേ നോക്കണ്ട, അത് പേടിക്കുമ്പോഴാ സ്ലോ ഡൗൺ ആവാ. പേടി സിംബയാണ്. അപ്പൊ സ്ലോ ഡൗൺ പെരിസ്റ്റാൾസിസ് കുറയുന്നത് എന്താണ്? സിമ്പതറ്റിക് ആണ്. അപ്പൊ ഇംഗ്ലീഷ് പെരിസ്റ്റാൾസിസ് കൂടുന്നത് എന്താണ്? പാരാസിമ്പതറ്റിക് ആണ്. കിട്ടി. ഇനി ഇവിടെ ഈ ഒരു സാധനം, ഏത്? ഇൻക്രീസ് ഹോർമോൺ പ്രൊഡക്ഷൻ. ഇവിടെ ഡിക്രീസ് ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടോ? അവിടെ ഒന്നുമില്ല. അതായത് ഇവിടെ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഹോർമോൺ എപ്പോഴും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പേടിക്കുമ്പോഴാണ്. പേടിക്കുമ്പോൾ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഫോർത്ത് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ ഒന്നും വന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതിലാണ് ഹോർമോൺസ് ഒക്കെ അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഹോർമോൺ എപ്പോഴും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പേടിക്കുമ്പോഴാണെന്ന് വെറുതെ ആലോചിച്ച് വെക്കുക. പേടിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, വേറെയും കുറേ സിറ്റുവേഷനിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യുക, പേടിൻ്റെ സമയത്ത് ഹോർമോൺ ഉണ്ടാവണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ സിമ്പതറ്റിക്കൽ എമർജൻസി സിറ്റുവേഷനിൽ, അടിയന്തര ഘട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹോർമോൺ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ പല ടൈപ്പ് ഓഫ് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു എന്നുള്ളത് എന്താണ്? സിമ്പതറ്റിക് ആണെന്ന് അങ്ങനെയാണ് ഓർത്ത് വെക്കുക. കാരണം ഇവിടെ അതില്ല. ഓക്കെ, അപ്പൊ അതിൽ ടെൻഷൻ വേണ്ട. ഇനി അടുത്തത്, റീറ്റെയിൻസ് യൂറിൻ, എംപൈർസ് യൂറിൻ. മൂത്രം നിലനിർത്തുന്നു, മൂത്രം ശൂന്യമാക്കപ്പെടുന്നു. ഇത് പേടി വെച്ച് കണക്ട് ചെയ്യരുത്. ഇവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്? പേടി വെച്ച് കണക്ട് ചെയ്യരുത്. കാരണം പേടിക്കുമ്പോൾ ഈ എംപൈർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യമാവുക, എംപ്റ്റി ആക്കുക, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൂത്രം ഒഴിക്കുക. അപ്പൊ നിങ്ങൾ പേടി വെച്ച് കണക്ട് ചെയ്താൽ പേടി ഉണ്ടാകുമ്പോഴാണ് മൂത്രം ഒഴിക്കുക. അപ്പൊ പേടി എന്താണ്? സിമ്പതറ്റിക് ആണ്. അപ്പൊ എംപൈർസ് എന്താവണം? സിമ്പതറ്റിക് ആവണം. പക്ഷെ ഇവിടെ എംപൈർസ് ശൂന്യമാക്കപ്പെടുന്നത് എന്താണ്? പാരാസിമ്പതറ്റിക്. അപ്പൊ ഇതിനാ കൂടെ അപ്ലിക്കബിൾ അല്ല. മൂത്രത്തിന്റെ കേസ് വരുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മാറി ചിന്തിക്കണം. മൂത്രത്തിന്റെ കേസ് വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? ഒന്ന് മാറി ചിന്തിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ പേടി വെച്ച് കണക്ട് ചെയ്യുക. ഇത് ഓർത്ത് വെക്കാൻ ഞാൻ വേറൊരു സ്കീം പറഞ്ഞുതരാം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോളി. റീറ്റെയിൻസ് യൂറിനും അതേപോലെ തന്നെ എംപൈർസ് യൂറിൻ ആണ്. എംപൈർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കുക, ശൂന്യമാക്കുക, എംപ്റ്റി ആക്കുക എന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കണതിന്റെ ഇംഗ്ലീഷ് എന്താടാ സാർ? മൂത്രം ഒഴിക്കണതിന്റെ ഇംഗ്ലീഷ് എന്താ? പീയിങ്ങോ അങ്ങനെ എന്തോ അല്ലേ? ഓക്കെ, പീയിങ്. ഇതാണ് എന്ത്? മൂത്രം ഒഴിക്കണതിന്റെ ഇംഗ്ലീഷ്. പീയിങ്ങിൽ എന്തുണ്ട്? പീ ഉണ്ട്. പാരാസിമ്പതറ്റിക്കിൽ എന്തുണ്ട്? പി ഉണ്ട്. അപ്പൊ അത് അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ പീയിങ് അല്ലെങ്കിൽ എംപൈർസ് എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കാണ്. മൂത്രമൊഴിക്കുന്ന പീയിങ്ങിൽ പി ഉണ്ട്, പാരാസിമ്പതറ്റിക്കിലും പി ഉണ്ട്. അപ്പൊ എംപൈർസ് എന്താണ്? പാരാസിമ്പതറ്റിക്. അപ്പൊ പിന്നെ റീറ്റെയിൻസ് യൂറിൻ എന്തായിരിക്കും? സിമ്പതറ്റിക് ആയിരിക്കും. കിട്ടിയില്ല കണക്ഷൻ? ഓക്കെ. ഇനി മലയാളം മീഡിയങ്ങൾക്ക് വളരെ സുഖം. ഓക്കെ, ഇവിടെ നോക്ക്. മൂത്രം നിലനിർത്തുന്നു, മൂത്രം ശൂന്യമാക്കപ്പെടുന്നു. ശൂന്യമാക്കപ്പെടുന്നത് പാരാസിമ്പതറ്റിക്കും നിലനിർത്തുന്നത് എന്താണ്? സിമ്പതറ്റിക്കുമാണ്. അപ്പൊ അത് എങ്ങനെ ഓർത്തു വെക്കും എന്ന് ചോദിച്ചാൽ മലയാളം മീഡിയം നിങ്ങൾ ആരാലോചിക്കണം? പശുവിനെ ആലോചിക്കണം. പശു, അതെന്താ സാർ പശു? പശുവിലെ എന്താ? പാരാസിമ്പതറ്റിക്. എന്താ? ശൂന്യമാക്കപ്പെടുന്നു. അപ്പോ ശൂന്യമാക്കപ്പെടുന്നത് എന്താണ്? പാരാസിമ്പതറ്റിക്. അപ്പൊ സ്വാഭാവികമായിട്ടും നിലനിർത്തുന്നത് എന്തായിരിക്കും? സിമ്പതറ്റിക്. അപ്പൊ പശുവിനാലേക്കാ. കിട്ടി. എന്തൊരു സുഖം സർ, വേറെ ലെവലാടാ. താങ്ക് യുടാ. എന്നാ എന്ത് ചെയ്യാറോ? കമന്റ് ഒക്കെ ഇട്ടോളി സാർ, സൂപ്പർ ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, കേരളം പഠിക്കട്ടെ, ഉഷാറായിട്ട് പഠിക്കാൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഒക്കെ ചോദിക്കുക.
സൂപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നന്ദി നമസ്കാരം നേർന്നുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.